കാളിദാസനാണ് റിപ്പോർട്ട് നൽകിയത്. നമുക്ക് തൃശൂർ പൂരത്തിനുള്ള ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നു ഇപ്പോൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്ന് കാളിദാസൻ വിവരങ്ങളുമായി ചേരുകയാണ്. കാളിദാസൻ, ചമയ പ്രദർശനങ്ങളുടെ കാളിദാസൻ തയ്യാറാക്കിയ റിപ്പോർട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ആനകളുടെ ഫിറ്റ്നസ് പരിശോധന ഇവിടെ വരെ എത്തി. ഫിജി, ഇപ്പോൾ ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം താമസിച്ചെങ്കിലും കൃത്യമായി തന്നെ ഇവിടെ പരിശോധന നടക്കുന്നുണ്ട്. സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്. അതായത് ഇവിടെയുള്ള ദേവസ്വം ബോർഡുകാരുടെ ഡോക്ടർമാരുമുണ്ട്, അതേപോലെ തന്നെ വനം വകുപ്പിന്റെ ഡോക്ടർമാരുമുണ്ട്. ഇളവുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് കാര്യമായ ഇളവുകൾ വരുത്തിയിട്ടില്ല. എന്നാലും വലിയ ആനപ്രേമികൾക്കാകെ നിരാശയാഴ്ത്തുന്ന തരത്തിലല്ല ഇപ്പോൾ നിലവിലുള്ള പരിശോധന. ഇവിടെ ഇപ്പോൾ നമുക്കിങ്ങോട്ട് കാണുകയാണെങ്കിൽ തന്നെ ഇവിടെ വനം വകുപ്പും മറ്റ് ഡോക്ടർമാരും ഒക്കെ തന്നെയുണ്ട്. വനം വകുപ്പിന്റെ വെറ്റിനറി ഡോക്ടർമാർ കൃത്യമായി ഇതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതേപോലെ മൈക്രോ ചിപ്പുമാണ് പരിശോധിക്കുന്നതെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വെറ്റിനറി ഡോക്ടർമാർ ഇതിന്റെ ആരോഗ്യസ്ഥിതിയും മതപ്പാടുമൊക്കെയാണ് കാര്യമായി പരിശോധിക്കുന്നത്. എന്നാലും പലതരത്തിലും ആശങ്കകൾ ഉയരുന്നുണ്ട്. നമുക്ക് ആനകളുടെ പരിപാലകരിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള ആശങ്കകൾ കാണുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ ഈ ഒരു പരിശോധനയിൽ പരാജയം സംഭവിക്കുകയാണെങ്കിൽ ആ ആനകൾക്ക് 15 ദിവസത്തേക്ക് പിന്നെ എവിടേക്കും എഴുന്നള്ളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ മുൻപേ തീരുമാനിച്ചു വെച്ച പല ഉത്സവങ്ങളും അല്ലെങ്കിൽ എഴുന്നള്ളിപ്പുകളും ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ഇവിടെ പരിശോധന നടന്നു പോകുന്നുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ടൊക്കെ ഇവിടെ ധാരാളം ആൾക്കാരുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ ഒരു ചേട്ടന്റെ അഭിപ്രായം ചോദിക്കാം. ചേട്ടാ നമുക്ക് ചേട്ടന്റെ പേരെന്തായിരുന്നു? മുരളി. ചേട്ടൻ ദേവസ്വം ബോർഡിന്റെ. ഇപ്പോൾ നമുക്ക് ഈ നടക്കുന്ന പരിശോധന എന്ന് പറഞ്ഞത് രണ്ടുപേരും സംയുക്ത പരിശോധനയല്ലേ ചേട്ടാ? ആരുടെ രണ്ടുപേരുടെയും? വനം വകുപ്പിന്റെ. അതെ, സംയുക്ത പരിശോധന. എങ്ങനെയാണ് അതിന്റെ കാര്യക്രമങ്ങൾ? ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരാളുടെ കൈ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വനം വകുപ്പാണ് ഇതിന്റെ മൈക്രോ ചിപ്പും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ചെക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ നമ്മുടെ ദേവസ്വത്തിന് കീഴിലുള്ള ഡോക്ടർമാരാണ് ഈ മതപ്പാടും ആരോഗ്യസ്ഥിതിയും വെറ്റിനറി അവരാണ് ആരോഗ്യസ്ഥിതിയും ഒക്കെ പരിശോധിക്കുന്നത്. അപ്പം ഓക്കെ, നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള ഡോക്ടർമാർ തന്നെ. തീർച്ചയായും സർക്കാരിന്റെ കീഴിലുള്ള ഡോക്ടർമാരാണ് ഇവരുടെ ആരോഗ്യസ്ഥിതിയും മതപ്പാടും എല്ലാം പരിശോധിക്കുന്നത്. അതേപോലെ തന്നെ വനം വകുപ്പിന്റെ ഡോക്ടർമാരാണ് ഇവരുടെ മൈക്രോ ചിപ്പും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പരിശോധിക്കുന്നത്. എല്ലാ പാപ്പന്മാരുടെയും ഫോട്ടോ എടുക്കും, ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കും. അപ്പം ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു കൃത്യമായ ഒരു പരിശോധനയിൽ എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ആനയ്ക്ക് തട്ടുകേട് സംഭവിച്ചാൽ പിന്നെ ഒരു 15 ദിവസത്തേക്ക് ഇപ്പോൾ നിലവിൽ. അതേപോലെ ചേട്ടാ, ഇളവുകൾ വന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു നമുക്കും കിട്ടിയ വിവരം എന്ന് പറഞ്ഞത്. എന്തൊക്കെ തരം ഇളവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്? നിലവിൽ മുമ്പ് ചെയ്തിരുന്നമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതുതായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നുള്ള ഇളവുകൾ കിട്ടിയിട്ടുണ്ട്. പുതിയതിനാണ് മുമ്പത്തെ പോലെ തന്നെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എഴുന്നള്ളിപ്പിന്റെ സമയത്ത് ഇപ്പോൾ 6 മീറ്റർ എന്നുള്ളത് ഒരു പുതിയൊരു മാനദണ്ഡം. 6 മീറ്റർ ഉണ്ട്. 6 മീറ്റർ ആണ്. അതേപോലെ മറ്റു തരത്തിൽ എന്തെങ്കിലും എഴുന്നള്ളിപ്പിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. മുമ്പത്തെ തന്നെ എല്ലാം പഴയ രീതിയിൽ. ഓക്കെ, അപ്പോൾ പൂരത്തിന് വലിയ പ്രതീക്ഷിക്കാം അല്ലേ? കഴിഞ്ഞ തവണത്തെക്കാളും നല്ല രീതിയിൽ തന്നെ. തീർച്ചയായും നന്ദി ചേട്ടാ. അപ്പോൾ ഇത്തരത്തിലാണ് ഫിജി നമ്മൾ ഈ ഒരു സാഹചര്യത്തെയൊക്കെ നോക്കിക്കാണുന്നത്. കാരണം ഈ പരിശോധന കാര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന് കീഴിൽ എഴുന്നള്ളിപ്പിന് നിൽക്കുന്ന ആനകളുടെ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ആനകളുടെ പരിശോധന അപ്പുറത്തെ ഭാഗത്താണ്. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻപിലായിട്ടാണ് പരിശോധന നടക്കുന്നത്. ഇപ്പോൾ ഓരോ ആനകളായി പരിശോധിച്ച് വരികയാണ്. അവരുടെ ആരോഗ്യവും മതപ്പാടും മറ്റു തരത്തിലുള്ള ആരോഗ്യസ്ഥിതികളും ഒക്കെയാണ് സർക്കാരിൻ്റെ കീഴിലുള്ള ഡോക്ടർമാർ പരിശോധിക്കുന്നത്. വനം വകുപ്പിന്റെ കീഴിലുള്ള ഡോക്ടർമാർ അതേസമയം ആനകളുടെ മൈക്രോ ചിപ്പും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിജി. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം പൂർണ്ണമാകും എന്നുള്ള തരത്തിലാണ്. ഇതിൽ നിന്നാണ് നാളത്തേക്കുള്ള 15 ആനകൾ ഈ അണിനിരക്കാനുള്ള തിരുവമ്പാടിയുടെ ഭാഗത്ത് നിൽക്കാനുള്ള 15 ആനകളും അതേപോലെ മറ്റ് ഒരുപാട് ഘടകക്ഷേത്രങ്ങളുടെ പൂരങ്ങളുമുണ്ട്. അതിലേക്കും ധാരാളം ആനകൾ അണിനിരക്കാനുണ്ട്. അവരുടെയും ഒക്കെ പരിശോധന കൃത്യമായി നടക്കും. എന്തായാലും നമുക്ക് ഒരിക്കലും ആനകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവർക്കറിയാം അവരുടെ ആരോഗ്യസ്ഥിതിയും നമ്മൾ നോക്കേണ്ടതാണ്. നമ്മളെപ്പോലെ തന്നെ ഒരു സഹജീവി തന്നെയാണ്. അപ്പോൾ അവരുടെ ആരോഗ്യവും സുഖസൗകര്യവും എല്ലാം നമ്മൾ കൃത്യമായി നോക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ എലിഫന്റ് സ്ക്വാഡുകൾ തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കുവാനും അവർക്ക് കൃത്യമായ ഭക്ഷണവും വെള്ളവും, കടുത്ത ചൂടാണ്, അതുകൊണ്ട് തന്നെ അറിയാം ആന വലിയൊരു ജീവിയും
തീർച്ചയായും ആ ഒരു ചൂട് തീർച്ചയായും അതിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ മുൻപ് നമുക്ക് പല ദുരനുഭവങ്ങളും അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെ നടക്കുന്നത്. മാത്രമല്ല നാളത്തെ കൊമ്പന്മാർ അണിനിരക്കാനുള്ള കൊമ്പന്മാരെല്ലാം ഇതിന് ശേഷം ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം എല്ലാം കൃത്യമായൊരു വിവരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഫിജി, കാളിദാസൻ, ഇപ്പോൾ ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ അതിന് വിവരങ്ങളൊക്കെ നൽകി. ചൂടും വെയിലും കാളിദാസൻ പറഞ്ഞ പോലെ നല്ല ചൂട്, വെയില്, പൊടി ഇതൊക്കെയാണ്. നാളെയാണ് വലിയ പൂരം നടക്കാനിരിക്കുന്നത്. നമ്മുടെ ടീം എങ്ങനെയാണ് ഇപ്പോൾ സജ്ജമായിരിക്കുന്നത്? ഒപ്പം കാളിദാസന്റെ ഫിറ്റ്നസ് ഒക്കെ ഓക്കെയാണോ? തീർച്ചയായും ഫിജി, നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിൽ ആഴ്ത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ഫിറ്റ്നസ് മാക്സിമം നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടല്ലേ പറ്റൂ. നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു അനുഭവം, പൂരത്തിന്റെ മികച്ചൊരു അനുഭവം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ടീം കേരള വിഷൻ ഇപ്പോൾ ഇവിടെ സുസജ്ജമായി സമഗ്രമായ ഒരു കവറേജ് തന്നെ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ശരി, നമുക്കത് പ്രതീക്ഷിക്കാം. അത് പ്രേക്ഷകർക്ക് നൽകാം. കാളിദാസൻ, ഒപ്പം